പോലെ ബഹുമാനപ്പെട്ട അബൂ ഹുദാഫ റളിയല്ലാഹു തആല അൻഹുവിനെ പോലെ ആരാ അബൂ ഹുദാഫ എന്നറിയുമോ? ആരാ അബൂ ഹുദാഫ എന്നറിയുമോ? ആരാ അബൂ ഹുദാഫ എന്നറിയുമോ? ലോകത്തിന്റെ റോമാ ചക്രവർത്തിയുടെ തീന്മേശയുടെ മുന്നിൽ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോ സർവാഡംബര വിഭൂഷിതരായി റോമാ ചക്രവർത്തി സർവപ്രതാപത്തോടെ എഴുന്നള്ളുമ്പോ ഭക്ഷണം കഴിക്കുന്നതിന്റെ ഇടയിൽ ഒരു പിടി ഭക്ഷണം താഴേക്ക് വീടുമ്പോ താഴെ വീണ ഭക്ഷണം ഇടത് കൈ കൊണ്ടെടുത്ത് വലത് കൈ കൊണ്ട് കഴിക്കുന്നത് പ്രവാചകന്റെ സുന്നത്താ. താഴെ വീണ ഭക്ഷണം ഇടത് കൈകൾ കൊണ്ടെടുത്ത് ശുദ്ധിയാക്കിയിട്ട് വലത് കൈ കൊണ്ട് കടിക്കുമ്പോ റോമാ ചക്രവർത്തി ചാടി എഴുന്നേറ്റിട്ട് ദാരിദ്ര്യം കാണിക്കുന്നുവോ? റോമാ സാമ്രാജ്യത്തിന്റെ ഏകാധിപതിയുടെ മുന്നിൽ വന്നിട്ട് ചിത്രം കാണിക്കുന്നു. ഇത് മുഴുവനും നിനക്കുള്ളതാ, തറയിൽ കിടക്കുന്നത് പോലും പെറുക്കുന്നത് എന്തിനാന്ന് ആഘോഷിക്കുമ്പോ റോമാ സാമ്രാജ്യത്തിന്റെ രാജാവിന്റെ നെറുകയുടെ നേരെ ചൂണ്ടുവിരൽ ചൂടിയിട്ട് നീ എന്താ പറഞ്ഞത് എന്നെ ആക്രോശിക്കുന്നുവോ? നീ എന്റെ നേരെ അനതുറുക്കു സുന്നത്ത നബീന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഹൗലായിൽ ഹുംഖാ അനതുറുക്കു സുന്നത്ത നബീന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഹൗലായിൽ ഹുംഖാ. ഈ പമ്പര വിഡ്ഢികൾക്ക് വേണ്ടി ഞാൻ എന്റെ പ്രവാചകന്റെ സുന്നത്തിനെ ഉപേക്ഷിക്കില്ലെന്ന് ആക്രോശിച്ച അബൂ ഹുദാഫയെ പോലെ ചെറുപ്പക്കാരാ ചരിത്രത്തിന്റെ അബൂ ഹുദാഫയായി മാറ്. ശപിക്കപ്പെട്ട നിഷ്ക്രിയത്വത്തിന്റെ ഇരുണ്ട തുരുത്തുകൾ ചിന്താശേഷി പണയപ്പെടുത്തി അന്ധവിശ്വാസത്തിന്റെയും വിരാരാധനയുടെയും പള്ളിമേടകളിൽ ഉറക്കം നടിച്ചു പോയ മുസ്ലിം ചെറുപ്പക്കാരാ, ഉണരുക. പ്രവാചകന്റെ സുന്നത്തുമായി സർവ്വതും നാഥനിൽ സമർപ്പിച്ച് സർവമാന ബാത്തിലിനോടും സംവദിച്ച് സർവ്വതും മുഹമ്മദി സുന്നത്തിനെ മുറുകെ പിടിച്ച് ഇബ്രാഹിമി മില്ലത്തിനെ നെഞ്ചോട് ചേർത്ത് കർമ്മവീതിയിൽ ഇതിഹാസം രചിച്ച് അല്ലാഹുവിന്റെ പ്രബോധനത്തിന്റെ മാർഗത്തിലൂടെ മുന്നേറിയ തകർന്നടിയുന്ന ഇസങ്ങളുടെയും പിടിതെറിയപ്പെടുന്ന പ്രതിമകളുടെയും മൂകമായ ദീനവിലാപത്തിന്റെ നടുവ് ഇസ്ലാമിക പ്രവാചക സുന്നത്തിന്റെ ഏറ്റവും വലിയ സാക്ഷാത്കാരത്തിന്റെ കാവലാളായി മുന്നോട്ട് നടക്ക്. കദം കദം സുന്നത്തെ റസൂൽ पर चलो मिलेंगी जन्नत की रिजर्वेशन. ഓരോ കാലടിയും കദം കദം സുന്നത്തെ റസൂൽ पर चलो. ഓരോ കാലടിയും അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തനുസരിച്ചാകെ മിലേങ്കി ജന്നത്ത് കീ റിസർവേഷൻ. സ്വർഗ്ഗത്തിൽ നിനക്കൊരു സീറ്റ് ഉറപ്പാണെന്ന് ആപ്തവാക്യത്തിലൂടെ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്ത് അത് ജീവിതത്തിലെ ഏറ്റവും വലിയ അമൂല്യ സമ്പത്തായി മുറുകെ പിടിക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഒരൊറ്റ കാര്യം കൂടി നിങ്ങൾ അറിയുക. ബഹുമാനപ്പെട്ട ഖുത്ബുൽ അഖ്താബ് അഹമ്മദ് അൽ കബീർ റിഫാഇ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. ആരാ ബഹുമാനപ്പെട്ട സയ്യിദുനാ അഹമ്മദുൽ കബീർ റിഫാഇ? ആരാ സയ്യിദുനാ അഹമ്മദുൽ കബീർ റിഫാഇ? നാം എല്ലാവരും അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, നാം പ്രവാചകനെ കുറിച്ച് ധാരാളം കേൾക്കുന്നു. അള്ളാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്ത് ജീവിതത്തിൽ ഉണ്ടാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം എല്ലാവരും ദാടി വെക്കൽ അള്ളാഹിന്റെ പ്രവാചകന്റെ സുന്നത്താ, തൊപ്പി വെക്കൽ അള്ളാഹിന്റെ സുന്നത്താ, അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്താ. പക്ഷെ നമ്മൾ തൊപ്പി വെക്കോ? തൊപ്പി വെച്ചാലും വെളിയിലോട്ട് ഇറങ്ങിയാൽ ആരും കാണാതെ നമ്മൾ തൊപ്പി അടക്കി പോക്കറ്റിൽ വെക്കും. കാരണം നമുക്ക് പേടിയാ തൊപ്പി വെച്ചിട്ട് വെളിയിൽ ഇറങ്ങാൻ. കാക്കിയിട്ട വേഷത്തിൽ പോസ്റ്റ്മാനെ കണ്ടാലും നമ്മുടെ മുട്ട് പറക്കും. അതാ നമ്മുടെ അവസ്ഥ. കാക്കിയിട്ട വേഷത്തിൽ പോസ്റ്റ്മാനാ, എന്നാലും നമ്മുടെ മുട്ട് പറക്കും. ട്രാൻസ്പോർട്ട് ബസ്സിന്റെ കണ്ടക്ടറെ കണ്ടാലും മുട്ട് പറക്കുന്ന സമുദായമാണ് നമ്മൾ. തൊപ്പിയെടുത്തിട്ട് ആരും കാണാതെ ഊരി പോക്കറ്റിൽ വെക്കൂ. എങ്ങാനും തല പോയാലും. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് ജീവിതത്തിന്റെ തയ്യാറാകിൻ. മെഡിക്കൽ കോളേജുകളിൽ പോലും ദാടിയും തലപ്പാവും വെച്ച് രോഗികളെ ചികിത്സിക്കുന്ന ഡോക്ടർമാരുടെ കാലമാണിത്. പക്ഷേ നമ്മുടെ അവസ്ഥയോ? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അള്ളാഹിന്റെ പ്രവാചകന്റെ ഭാര്യമാരെ പോലെ നടക്കിൻ, തലമറച്ച് നടക്കിൻ. കൂടുതൽ അതൊക്കെ പറയാനുള്ള സമയം നമുക്കില്ല. ഇന്ന് നമ്മുടെ അവസാനത്തെ ദിവസമാണ്, ഒടുക്കത്തെ ദിവസമാണ്. തലമറക്കിൻ. നിങ്ങൾക്കറിയോ, ഈ പരിഷ്കാരമൊക്കെ വന്നത് പാരീസിൽ നിന്നാണ്. ആ പാരീസിലെ യൂണിവേഴ്സിറ്റികളിൽ LLBക്കും MBBSനും പഠിക്കുന്ന പെൺകുട്ടികൾ മുഴുവനും തലമറച്ചുകൊണ്ട് സ്കൂളിൽ പോകാൻ, ക്യാമ്പസുകളിൽ പോകാൻ ഞങ്ങൾക്ക് അവകാശം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് LLBക്ക് പഠിക്കുന്ന പാരീസിലെ തൊലിവെളുത്ത മദാമ പിള്ളേർ സത്യാഗ്രഹം നടത്തുന്നു. എന്തിനാണെന്നറിയോ? തലമറച്ച് കോളേജിൽ പോകാൻ. ഇവിടെയോ? പാരീസിലെ LLBക്ക് പഠിക്കുന്ന കുട്ടികൾ പോലും സമരം തലമറച്ചുകൊണ്ട് ഞങ്ങൾക്ക് സ്കൂളിൽ പോകാൻ, കോളേജിൽ പോകാൻ അനുവാദം വേണം. ഇവിടെയോ? 21 പ്രാവശ്യം SSLC എഴുതിയിട്ട് 210 മാർക്ക് തികച്ചു കിട്ടാത്ത മുസ്ലിം പെണ്ണിന് പർദ്ദ വേണ്ട. എന്നാലോചിച്ച് നോക്കി. ലോകത്തിന്റെ വിരോധാഭാസം. അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രവാചകന്റെ സുന്നത്തുണ്ടാവാൻ പൂർണ്ണമായി പറയാനുള്ള സമയമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രവാചകന്റെ സുന്നത്തനുസരിച്ച് ജീവിക്കാനും അതിലൂടെ സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലാനും നാളെ ഹൗദുൽ കൗസറിന്റെ ഓരത്ത് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ
ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ ഹൗദുൽ കൗസറിന്റെ ഓരത്ത് ആ പ്രവാചകനെ കാണാൻ നമ്മൾ ആരും പ്രവാചകനെ കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ടോ? അള്ളാഹുവിന്റെ പ്രവാചകനെ കാണാനുള്ള ഏറ്റവും വലിയ ഭാഗ്യം നമുക്കാർക്കും കാണാൻ കഴിയാത്ത അള്ളാഹുവിന്റെ പ്രവാചകനെ ഇതേവരെ കണ്ണുകൊണ്ട് കാണാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നാളെ ഹൗദുൽ കൗസറിന്റെ ഓരത്ത് നമ്മുടെ കൈ പിടിച്ചുകൊണ്ട് ഹൗദുൽ കൗസർ കോരിത്തരാൻ ആ പ്രവാചകൻ ഉണ്ടാവും. അള്ളാഹു നമുക്ക് ആ പ്രവാചകന്റെ കയ്യിൽ പിടിച്ച് ഹൗദുൽ കൗസർ കോരി കുടിക്കാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പക്ഷെ ആ പ്രവാചകനെ കാണാൻ നമുക്ക് കഴിഞ്ഞില്ല. ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ അബൂജഹലും ഭാഗ്യവാനാ അല്ലേ? കാരണം ആ ലോകത്തിന്റെ വസന്തത്തിന്റെ സൗന്ദര്യം കാണാൻ അബൂജഹലിന് കഴിഞ്ഞു. പക്ഷെ അത് പ്രയോജനപ്പെടുത്താൻ അബൂജഹലിന് കഴിഞ്ഞിട്ടില്ല. നമ്മൾ ഈ നശിപ്പിക്കപ്പെട്ട 21-ാം നൂറ്റാണ്ടിൽ ജനിക്കുമ്പോൾ 6-ാം നൂറ്റാണ്ടിൽ ജനിച്ച ആ ലോകത്തിന്റെ അഭൗമിക സൗന്ദര്യത്തെ കാണാൻ നമുക്ക് കഴിഞ്ഞില്ല. 6-ാം നൂറ്റാണ്ടിലേക്ക് ഒരു തിരിച്ചുപോക്ക് നമുക്ക് കഴിയില്ല. അള്ളാഹുവിന്റെ പ്രവാചകനെ കാണാൻ അള്ളാഹുവിന്റെ പ്രവാചകൻ പുഷ്പോദ്യാനം കാണാൻ കൊതിച്ചവന് മരുഭൂമി കണ്ടിട്ട് കാര്യമുണ്ടോ? ഉണ്ടോ? അവൻ കാണാൻ ഉദ്ദേശിച്ചത് പുഷ്പത്തിന്റെ സൗന്ദര്യം, പക്ഷേ അവൻ കണ്ടത് മരുഭൂമിയുടെ ഊഷരത. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകനെ കാണാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ആ പ്രവാചക മുഖത്തിന്റെ സൗന്ദര്യം കാണാൻ നമുക്ക് കഴിഞ്ഞില്ല. സുറുമയിട്ടതുപോലെ ഇട്ടെങ്കിൽ പോലും ഇട്ടില്ലെങ്കിൽ പോലും ഇട്ടതുപോലെ തോന്നുമെന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ ആ കണ്ണുകൾ കാണാൻ നമുക്ക് കഴിഞ്ഞില്ല. പക്ഷേ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ജീവിതത്തിൽ നിങ്ങൾക്ക് എന്നെ കാണാം, സ്വപ്നത്തിൽ നിങ്ങൾക്ക് കാണാം. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, നിങ്ങൾക്ക് മരിക്കുന്നതിന് മുമ്പ് സ്വപ്നത്തിൽ തന്നെ ജീവിതകാലത്ത് എങ്ങനെ സഹാബാക്കൾ എന്നെ കണ്ടോ അതേപോലെ സ്വപ്നത്തിൽ നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയുമെന്ന് സഫീഉനാ നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിന്റെ പ്രവാചകനെ ഒന്ന് സ്വപ്നത്തിൽ കാണാൻ, മരിക്കുന്നതിനും പ്രവാചകനെ സ്വപ്നത്തിൽ കാണാൻ, ആ പ്രവാചകന്റെ കൈകളിലൊന്ന് പിടിക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കുക. ആ പ്രവാചകന്റെ കയ്യിലൊന്ന് പിടിച്ചു പോകാൻ നമുക്ക് ആഗ്രഹമല്ലേ? അതേപോലെ ബഹുമാനപ്പെട്ട കുത്തുബുൽ കിതാബ് അഹ്മദ് അൽ കബീർ റിഫാഇ ഖദ്ദസല്ലാഹു സറഹുൽ അസീസിനെ പോലെ ആരാ കുത്തുബുൽ കിതാബ് അഹ്മദ് അൽ കബീർ റിഫാഇ ഖദ്ദസല്ലാഹു സറഹുൽ അസീസ് മഹാനവറുകളാരാ അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോയി കുത്തുബുൽ കിതാബ്. രക്ഷയുടെ മാർഗത്തിന്റെ അവസാന ഭാഗം ഞാൻ ഈ കുത്തുബുൽ കിതാബിന്റെ വിഷയം പറഞ്ഞ് അവസാനിക്കുകയാ. ബാക്കി കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് പിന്നീട് ഒരിക്കൽ കാണുമ്പോൾ നമുക്ക് പറയാം. അള്ളാന്റെ പ്രവാചകന്റെ റൗളാ ശരീഫ് കാണണമെന്ന ആഗ്രഹത്തോടെ ഏറ്റവും വലിയ ആഗ്രഹമതാ പ്രവാചകന്റെ റൗളാ ശരീഫിന്റെ ഓരത്തൊത്ത് എന്ന് കാണാം. പ്രവാചകൻ പറയുന്നു, മൻ സാറനി ബഅദ മൗതി ഫകഅന്നമാ സാറനി ഫീ ഹയാതി. ഞാൻ മരണപ്പെട്ടതിന് ശേഷം ആരെങ്കിലും എന്റെ റൗളാ ശരീഫ് സന്ദർശിച്ചാൽ ജീവിതകാലത്ത് അവൻ എന്നെ കണ്ടവനെ പോലെയാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. അല്ലാഹു നമുക്ക് എല്ലാവർക്കും അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ആഗ്രഹം വെക്ക് സഹോദരങ്ങളെ, ഹജ്ജിന് പോകാനുള്ള നിയ്യത്ത് വെക്ക്, റൗളാ ശരീഫിലെത്താനുള്ള നിയ്യത്ത് വെക്ക്. അല്ലാഹുവേ ദിൽ തടപ്താ മജൽതാ ഹെ മേരാ ജബ് ഭി ആതാ ഹെ ഹജ്ജ് കാ മഹീനാ. അല്ലാമാ ഇഖ്ബാൽ പറഞ്ഞതുപോലെ ആഗ്രഹിക്കും മനസ്സുകൊണ്ട്. ദിൽ തടപ്താ മജൽതാ ഹെ മേരാ ജബ് ഭി ആതാ ഹെ ഹജ്ജ് കാ മഹീനാ. കലണ്ടറിൽ ദുൽഹജ്ജ് എന്ന മാസം വരുമ്പോ, ദുൽഹജ്ജ് എന്ന് കേൾക്കുമ്പോൾ എന്റെ മനസ്സിൽ വല്ലാത്ത സന്തോഷമാ. കാരണം എന്താ? ഹജ്ജിന് പോകാമല്ലോ. ഹിബ്ബത്തുൽ ഹളറ, ചരിത്ര പ്രസിദ്ധമായ പച്ചക്കുപ്പയൊന്ന് കാണാമല്ലോ. ദുൽഹജ്ജ് എന്ന് കേൾക്കുമ്പോഴേ എന്റെ മനസ്സിൽ വല്ലാത്ത ആഗ്രഹമാ. പക്ഷെ എനിക്ക് എന്ത് ചെയ്യാനാ? മേരി ആഖാ ഗരീബോങ്കി വാലി ക്യാ കരൂ മേരെ ജോലി ഹെ ഖാലി. മേരി ആഖാ ഗരീബോങ്കി വാലി ക്യാ കരൂ മേരെ ജോലി ഹെ ഖാലി. പോകാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ക്യാ കരൂ, ഞാൻ എന്ത് ചെയ്യും? മേരി ജോലി ഹെ ഖാലി, എന്റെ പോക്കറ്റ് കാലിയാണ്, പോകാൻ കഴിയുന്നില്ല. പോക്കറ്റ് കാലിയായാലും പ്രശ്നമില്ല, ആഗ്രഹം വെക്ക്. അള്ളാന്റെ പ്രവാചകന്റെ റൗളാ ശരീഫിൽ ചെന്നൊന്ന് സലാം പറയാൻ കുത്തുബുൽ കിതാബ് അഹ്മദ് അൽ കബീർ റിഫാഇ പ്രവാചകന്റെ റൗളാ ശരീഫിന്റെ ഓരത്തെത്തി, റൗളാ ശരീഫിന്റെ അടുക്കലെത്തി. പ്രവാചകന്റെ സമക്ഷത്തിൽ സലാം പറയുകയാ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്
അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. പ്രവാചകന്റെ റൗളാ ശരീഫിൽ സലാം പറഞ്ഞർപ്പിച്ചു കഴിയുമ്പോ ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി പറയുക, നബിയേ അങ്ങയുടെ മുന്നിൽ സലാമും പറഞ്ഞിട്ട് ഞാൻ കടന്നു വന്നിരിക്കുകയാ. എന്തിനാ ഞാൻ കടന്നു വന്നിരിക്കുന്നതെന്നറിയുമോ? മിൻ ഹളറത്തിൽ ബുഅദി റൂഹി കുന്ദുറുസിലുഹാ തുഖബ്ബിലുൽ അർളാൻ നിവഹിയ നായിബതി ഫഹാദിഹി നൗബത്തുൽ അശ്ബാഹി ഖദ് ഹളറത് ഫംദുദു യദൈക ലികൈ നബിയേ മിൻ ഹളറത്തിൽ ബുദുറുഹി കുന്ദുറുസിലുഹാ. അങ്ങ് അകലെ നിന്ന് ബഗ്ദാദിൽ നിന്ന് ഞാൻ അങ്ങയുടെ അടുക്കൽ വന്നിരിക്കുകയാ. പലപ്പോഴും ഞാൻ അങ്ങനെ ബഗ്ദാദിൽ വെച്ച് എന്റെ ആത്മാവ് കൊണ്ട് ഞാൻ അങ്ങയുടെ റൗളാ ശരീഫ് സിയാറത്ത് ചെയ്ത് തിരിച്ചു പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴിതാ എന്റെ ആത്മാവ് ശരീരവുമായി എന്റെ ദേഹവും ദേഹിയുമായിട്ട് ഞാൻ അങ്ങയുടെ സമക്ഷത്തിൽ വന്നിരിക്കുകയാ. നബിയെ എന്തിനാ ഞാൻ വന്നതെന്നറിയുമോ? എല്ലാവരെയും പോലെ കേവലം ഒരു സലാം പറഞ്ഞിട്ട് തൃപ്തനായി പോകാനല്ല നബിയേ. പിന്നെ ഞാൻ വന്നത് എന്തിനാന്നറിയുമോ? എന്റെ ജീവിതത്തിൽ ഒരു വലിയ ആഗ്രഹത്തിന്റെ പൂർത്തീകരണത്തിനാ. അങ്ങയുടെ മുന്നിൽ ഞാൻ ഹാജരായത് എന്റെ ജീവിതത്തിൽ ഒരു വലിയ ആഗ്രഹമുണ്ട് നബിയേ. അത് പൂർത്തീകരിക്കാൻ വേണ്ടിയാ. എന്തോ എന്റെ ആഗ്രഹം എന്നറിയുമോ നബിയേ? അഹ്മദുൽ കബീർ റിഫായി പറയുകയായി, പാവപ്പെട്ട അഹ്മദ് കബീർ വന്നത് എന്തിനാന്നറിയുമോ നബിയേ? ഫംദുദു യദൈക, അങ്ങയുടെ ആ കൈയൊന്ന് ഉയർത്തി നബിയേ. ഫംദുദു യദൈക, അങ്ങയുടെ ആ റിസാലത്തിന്റെ കരങ്ങളൊന്ന് ഉയർത്തി നബിയേ. ലികൈ തുഹ്വാ ബിഹാ ശഫതി, എന്റെ ചുണ്ടുകൾ കൊണ്ട് ഞാൻ ആ കയ്യിലൊരു മുത്തം തരട്ടെ നബിയേ. ആ കയ്യിലൊരു മുത്തം തരട്ടെ നബിയേ. ആ കൈയൊന്ന് ഉയർത്തി നബിയേ. അലിയുൽ മുർത്തല ചുംബനം ചെയ്ത അങ്ങയുടെ കരങ്ങളുണ്ടല്ലോ യാ റസൂലല്ലാഹ്. ഉമറുൽ ഫാറൂഖ് ചുംബനം ചെയ്ത അങ്ങയുടെ കരങ്ങളുണ്ടല്ലോ യാ റസൂലല്ലാഹ്. അബൂബക്കർ സിദ്ദീഖ് ചുംബനം കൽപ്പിച്ച അങ്ങയുടെ കരങ്ങളുണ്ടല്ലോ യാ റസൂലല്ലാഹ്. ഫാത്തിമത്തു സഹ്റാനെ അങ്ങ് ചുംബനം ചെയ്ത ആ കരങ്ങളുണ്ടല്ലോ യാ റസൂലല്ലാഹ്. ഫംദുദു യദൈക, ആ കയ്യൊന്ന് ഉയർത്തി നബിയേ. കയ്യൊന്ന് ഉയർത്തി നബിയേ. ലികൈ തുഹ്ലാ ബിഹാ സഫതി, ഞാൻ എന്റെ ചുണ്ടുകൾ കൊണ്ടൊന്ന് ഞാൻ സിയാറത്ത് ചെയ്തെന്ന് പുത്തട്ട നബിയേ. കാലം സാക്ഷി, ചരിത്രം സാക്ഷി, അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഇത് പറയുമ്പോ പ്രവാചകന്റെ റൗളാ ശരീഫിന്റെ ഉള്ളിൽ നിന്ന് ആ കരങ്ങൾ പൊന്തി വന്നിട്ട് അതിൽ കൊച്ചുകുട്ടികളെ പോലെ അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ചുടുചുംബനം കൊടുത്തു തിരിച്ചു പോയെങ്കിൽ പ്രവാചകന്റെ പ്രിയപ്പെട്ട അനുയായികള് അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിലൊരു ചുംബനം കൊടുക്കാൻ